കേരള ഒളിമ്പിക് അസോസിയേഷനെതിരായ ആരോപണത്തിൽ ഉറച്ച കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പുട്ടടിയെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. തന്റെ പ്രവർത്തനത്തിന് ഒളിമ്പിക് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. പി.ടി. ഉഷയ്ക്ക് കേരളത്തോട് പ്രതിബദ്ധതയില്ല. ദേശീയ ഗെയിംസിൽ നിന്ന് കളരിയെ പുറത്താക്കിയപ്പോൾ പി.ടി. ഉഷ ഇടപെട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കളരി എന്നുള്ളത് കേരളത്തിൻ്റെ പാരമ്പര്യമായുള്ള ആയോധന കലയാണ്. ആ കളരിയെ മത്സര ഇനത്തിൽ നിന്നും മാറ്റരുതെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി അതിനെ ചെയ്യണമെന്ന്. അത് കേരളത്തിലെ ഒരു മുൻ കായിക താരമാണിപ്പോൾ ഈ IOC പ്രസിഡന്റ്. അപ്പോൾ അവരത് കേട്ടില്ല. അപ്പോൾ ഒളിമ്പിക്സ് അസോസിയേഷൻ എന്നുള്ളത് കേരളത്തിൽ നിന്ന് ആളുകളാണെങ്കിൽ ആ കളരിയെ വീണ്ടെടുക്കാനായിരുന്നു ശ്രമിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മന്ത്രി എന്നു ചെയ്യുന്നുള്ളതിനുള്ള ആരും സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റ്, അത് ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് മതി. മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നൽകും. ഷംസീർ, സർക്കാർ ആവശ്യമായ പണമൊക്കെ നൽകിയിട്ടും വേണ്ടതൊന്നും ചെയ്യാതെ ഒളിമ്പിക് അസോസിയേഷൻ ഇതൊക്കെ പുട്ടടിക്കുകയാണ് ചെയ്തതെന്ന നേരത്തെയുള്ള അബ്ദുറഹ്മാന്റെ പ്രതികരണത്തിന് സുനിൽകുമാറിന് മറുപടി പുട്ടടിക്കാൻ എവിടെ പണം തന്നു എന്നതായിരുന്നു ചോദ്യം. ഇപ്പോൾ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ലൈനിൽ ഉറച്ചു നിൽക്കുകയാണോ കായിക മന്ത്രി? തീർച്ചയായും പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അതിന്റെ ചില കണക്കുകൾ കൂടി നേരത്തെ കായിക വകുപ്പ് പുറത്തുവിടുക കൂടി ചെയ്തിരുന്നു. പുട്ടടി എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഭയപ്പെടുത്തൽ ഇങ്ങോട്ട് വേണ്ട എന്നുമാണ് വി അബ്ദുറഹ്മാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന് നൽകുന്ന മറുപടി. മറ്റൊന്ന് പ്രധാനമായും ഇതിൽ ഉന്നയിക്കുന്ന വിഷയം അത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റിനെ ഒഴിവാക്കിയതിൽ കൃത്യമായ ആസൂത്രണം നടന്നുവെന്നുള്ള കാര്യം കൂടിയാണ് വി അബ്ദുറഹ്മാൻ പറഞ്ഞു വെക്കുന്നത്. അതിൽ ദേശീയ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ പി.ടി. ഉഷയ്ക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് കൂടി പറയുകയാണ്. കാരണം കളരിപ്പയറ്റ് വന്നിരുന്നുവെങ്കിൽ 19 മെഡലുകളെങ്കിലും കേരളത്തിന് കിട്ടുമായിരുന്നുവെന്നും കേരളത്തെ പിന്നോട്ടടുപ്പിക്കുന്നതിൽ ഇത് പ്രധാനപ്പെട്ട ഘടകമായി എന്നും വി അബ്ദുറഹ്മാൻ പറയുന്നു. അപ്പോൾ പി.ടി. ഉഷയ്ക്ക് കേരളത്തോട് പ്രതിബദ്ധതയില്ല എന്നും കേരള ഗവൺമെന്റിന്റെ തന്നെ പിന്തുണയോട് കൂടിയാണ്, അതായത് മുൻ ഗവൺമെന്റുകളുടെ പിന്തുണയോട് കൂടിയാണ് പി.ടി. ഉഷ വളർന്നു വന്നതെന്ന കാര്യം കൂടി വി അബ്ദുറഹ്മാൻ പ്രധാനമായി ആക്ഷേപമായി ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു ആക്ഷേപമായി പറയുന്നത് ദേശീയ ഗെയിംസിലെ ഒരു ഇനത്തിൽ മാച്ച് ഫിക്സിംഗ് നടന്നുവെന്ന് കഴിഞ്ഞ ദിവസം വി അബ്ദുറഹ്മാൻ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെതിരെ ഇന്ന് വലിയ പ്രതിഷേധവും നടന്നിരുന്നു. ആ വിഷയത്തിലും വി അബ്ദുറഹ്മാൻ എന്നും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് പറയുന്നത്. ഒരു ഇനത്തിൽ മാച്ച് ഫിക്സിംഗ് നടന്നുവെന്ന് ഇന്നും വി അബ്ദുറഹ്മാൻ ആരോപണം ആവർത്തിക്കുകയാണ്. മാത്രമല്ല ഈ ദേശീയ ഗെയിംസിൽ പിന്നോട്ട് പോയി എന്നതിന്റെ കാരണമായി ഇപ്പം ഈ ഫണ്ട് കൊടുത്തില്ല എന്നതും മറ്റുമൊക്കെ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്ന് കൂടി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കുകയാണ്.